സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറേ വാക്കുകൾക്ക് ചില സമയത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് കിട്ടില്ല. അപ്പം ഇന്ന് ആ വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് നോക്കാം. എൻ്റെ കയ്യിലൊരു ക്യാരറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് ബൈറ്റാണ്. ഒരു കഷ്ണം കടിച്ചെടുത്ത് തിന്നു അല്ലേ? അപ്പം കടിക്കുന്നതിനെ ഞാൻ ബൈറ്റ് എന്നാണ് പറയാം. ഇനിയിപ്പോൾ ഞാൻ ചവച്ചരച്ച് തിന്നില്ലേ, ആ ചവച്ചരച്ച് കഴിക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്നത് chew. I'm chewing the carrot. ഇനിയിപ്പോ ഈ ക്യാരറ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് പൊട്ടിച്ച് കഴിക്കില്ലേ? അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം കഴിക്കുമ്പോൾ അതിന് നമ്മൾ പറയാ നിബിൾ. ഇനിയിപ്പോ ഞാൻ ഈ ക്യാരറ്റിനെ ഇങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ചില ആൾക്കാർ ചെയ്യൂലേ, ഭയങ്കര ശബ്ദത്തോടെ ോണ്ട് തിന്നില്ലേ? അങ്ങനെ തിന്നുന്നതിനെ നമ്മൾ ചോംപ് എന്ന് പറയും. ഈ ക്യാരറ്റ് മാറ്റി കേട്ടോ. കഴിക്കുന്നത് ഈറ്റാണ്, പക്ഷെ പലതരത്തിൽ തിന്നുന്നതിന് ബൈറ്റ്, കടിക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കുന്നതിനെ നിബിൾ എന്ന് പറയും. ഭയങ്കര ശബ്ദം ഉണ്ടാക്കി കഴിക്കുന്നതിനെ ചോംപ് എന്ന് പറയും. ഇനി കഴിച്ചപ്പോൾ ഞാനത് വിഴുങ്ങിയില്ലേ, ആ വിഴുങ്ങുന്നതിനെ swallow എന്ന് പറയും. swallow. ഇതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ? SWALLOW. പക്ഷെ സ്വാലോ എന്നല്ല പറയാ, swallow. ഒരു ഓടെ സൗണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ കഴിക്കണ കാര്യം കഴിഞ്ഞു, ഇനി കുടിക്കാം അല്ലെ? അപ്പൊ എന്റെ കയ്യില് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? കുടിക്കുന്നതിന് നമ്മൾ ഡ്രിങ്ക് എന്നാണ് പറയാ, പക്ഷെ ഇങ്ങനെ കുടിക്കുന്നതിന് സിപ്പ് എന്നാണ് പറയാം. അപ്പൊ സിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമാണ് നമ്മൾ കുടിക്കണത് അല്ലെ? പക്ഷെ ഇനിയിപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ദാഹിച്ചാണ് വരുന്നത് വിചാരിച്ചോ, അപ്പൊ നമ്മൾ എങ്ങനെ കുടിക്കുക അല്ലെ? ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ കൂടെ വെള്ളം കുടിച്ചു. അങ്ങനെ കുടിക്കുന്നതിന് നമ്മൾ ഗൾപ്പ് എന്ന് പറയും. ഇനിയിപ്പോ ചില ഭാഷമാർക്ക് ഇങ്ങനെയൊന്നും പോരാ. മൊത്തം എടുത്ത് കമിഴ്ത്താന്ന് വിചാരിച്ചോ. അങ്ങനെ കുടിക്കുന്നത് എന്താ പറയാ? അതിന് പറഞ്ഞാണ് ചഗ്. മൊത്തം എടുത്ത് കമിഴ്ത്തി കുടിക്കില്ലേ, അതിന് പറയുന്നത് ചഗ്. അപ്പൊ ഡ്രിങ്കിങ്ങിന്റെ 3 വേർഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സിപ്പ്, ഗൾപ്പ്, ചഗ്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. നമ്മളിങ്ങനെ ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട് ചോദിക്കുക തണുക്കുണ്ടോ? അപ്പൊ നമ്മള് ഒന്നും പറഞ്ഞതിന് പകരം ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും അല്ലെ? അതിനെന്താ പറയാ? അതിനാണ് ഷ്രഗ് എന്ന് പറയാം. ഇങ്ങനെ തോള് പൊന്തിച്ച് ഇങ്ങനെ കാണിക്കില്ലേ, അതിന് ഷ്രഗ് എന്നാണ് പറയാം. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മളിങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ കാര്യമില്ല അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ട് ഷ്രഗ് ചെയ്യും. അപ്പൊ ഇങ്ങനെ തോള് പൊന്തിക്കുന്നതിന് പറയുന്നത് ഷ്രഗ്. ഇനിയിപ്പോ നമ്മളിങ്ങനെ ഒരു കണ്ണടച്ച് കാണിക്കില്ലേ, അതിനെന്താ പറയാ? വിങ്ക്. അതാണ് വിങ്ക്. ഇനിയിപ്പോ 2 കണ്ണും ചിമ്മുന്നതിന് എന്താ പറയാ? ബ്ലിങ്ക്. അതാണ് ബ്ലിങ്ക്. ഇനി എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചൂണ്ടി കാണിക്കുക, അതിനെന്താ പറയാ? പോയിന്റ്. പോയിന്റ്. ഇനിയിപ്പോ ഉറക്കം വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? ഇങ്ങനെ പറയില്ലേ? ഇങ്ങനെ കാണിക്കുന്നതിന് പറയുന്നത് യോൺ. യോൺ. ചുമക്കുന്നതിന് എന്താ പറയാ? കോഫ്. ചുമക്കുന്നതിന് കോഫ്. എക്കിൾ വരുന്നതിനോ അങ്ങനെ ഒരു സൗണ്ട് വരില്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് എരിവുള്ള സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറയാ? ഹിക്കപ്സ്. അതിനാണ് ഹിക്കപ്സ് എന്ന് പറയാ. ഈ ഹിക്കപ്സ് എന്നുള്ള വാക്കിന് ഒരർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും പരിപാടി നമ്മൾ ചെയ്യുകയാണ്, എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ there are some hiccups അങ്ങനെ പറയും. ഇനി ഹക്ഷി എന്ന് തുമ്മില്ലേ, അതിനെന്താ പറയാ? സ്നീസ്. അപ്പൊ ഇപ്പൊ തുമ്മുമ്പോൾ ആൾക്കാർക്ക് പേടിയാവും. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? സ്നീസ്. ഇനി ആരെങ്കിലും നമ്മൾ കാണുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ആട്ടി കാണിക്കില്ലേ, അതിന് പറയുന്നത് വേവ്. ഇനിയിപ്പോ നമ്മളൊരു വണ്ടി ഓടിക്കാൻ വിചാരിക്കാം. വണ്ടി ഓടിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൈക്കിളുകാരൻ കുറുകെ ചാടി. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പറയില്ലേ, അതിന് നമ്മൾ പറയണേ ഗ്യാസ്പ്. വലിയൊരു ശ്വാസമൊക്കെ എടുത്ത് നമ്മൾ ഞെട്ടിത്തെറിച്ചിരിക്കില്ലേ, അതിന് പറയണത് ഗ്യാസ്പ്. അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് ഗ്യാസ്പ് ആണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇത് ഗാസ്പ് ആണ്. ആ എന്നുള്ള സൗണ്ടാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോ ഒന്നും സംഭവിച്ചില്ല, സൈക്കിളുകാരെ രക്ഷപ്പെട്ടു, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടോണ്ട്. അപ്പൊ നമുക്കൊരു ആശ്വാസമായി, നമ്മളിങ്ങനെ അങ്ങനെ പറയില്ലേ, അതിനാണ് സൈ എന്ന് പറയാം. ഈ സൈ ആശ്വാസത്തിന്റെ സൈ മാത്രമല്ല, ചില സമയത്ത് ഒന്നും ശരിയാവും തോന്നുന്നില്ല
എന്നൊക്കെ സിനിമയിൽ കാണില്ലേ, ആ സാധനവും സൈ തന്നെയാണ്. എന്ന് വെച്ചാൽ ദീർഘമായിട്ടൊരു ശ്വാസം എടുത്തിങ്ങനെ എന്ന് പറയാ, അതാണ് സൈ. ഇനിയിപ്പോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പൊ നമ്മള് ഇങ്ങനെ തട്ടിക്കളിയില്ലേ, ഇങ്ങനെ തട്ടില്ലേ, അതിനാണ് ഫ്ലിക്ക് എന്ന് പറയാം. ഇപ്പൊ ക്യാരം ബോർഡിലൊക്കെ നമ്മളിങ്ങനെ ഫ്ലിക്ക് ആണ് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്തത് ഹം, മൂളിപ്പാട്ട് പാടുന്നതിനെ ഹമ്മിങ് എന്നാണ് പറയാ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വളരെ രഹസ്യമായി സംസാരിക്കില്ലേ, അതിന് പറയുന്നതാണ് വിസ്പർ. ഇനി ഇങ്ങനെ വിറക്കണേന് എന്താ പറയാ? ചിലപ്പോൾ പനി പിടിച്ച ആൾക്കാർ വിറയ്ക്കും, അല്ലെങ്കിൽ തണുപ്പുകൊണ്ട് ആൾക്കാർ വിറയ്ക്കും. ഇങ്ങനെ വിറക്കണേന് പറയുന്നത് ഷിവർ. ഇനി കൂർക്കം വലിക്കണേന് എന്താ പറയാ? സ്നോർ. സ്നോർ. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സാധനം കയ്യിലായി, ഇപ്പൊ നമ്മള് തുടച്ചു കളയില്ലേ, അതിനെന്താ പറയാ? വൈപ്പ്. ഇപ്പൊ കണ്ണീരൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തുടച്ചു കളാന്ന് പറയില്ലേ, വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ്. ഇനി കുറച്ച് അടി ഇടി നോക്കാം. ഇനി ആരെങ്കിലും മുഖത്ത് നമ്മളെ ഇങ്ങനെ ഇടിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയാ പഞ്ച്. പിന്നെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇടിക്കില്ലേ, അതിന് പഞ്ച് എന്നാണ് പറയാ. എന്നാൽ ഇങ്ങനെ അടിക്കണേനോ അതിന് പറയണത് സ്ലാപ്പ്. പിന്നെ കൈ വിടർത്തിയിട്ട് നമ്മൾ അടിക്കില്ലേ, അതിന് സ്ലാപ്പ് എന്നാണ് പറയാ. ഇത് പഞ്ച്. ഇനി ഒരാളെ നമ്മൾ കുറെ നേരം നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അതിനെന്താ പറയാ? അതിന് സ്റ്റെയർ. സ്റ്റെയറിങ് അറ്റ് സമ്മൺ. സ്റ്റെയർ എന്നുള്ള വാക്ക് ഒന്ന് ഓർത്ത് വെച്ചോ. ആരെങ്കിലും നമ്മളിങ്ങനെ കുറെ നേരം നോക്കുന്നുണ്ടെങ്കിൽ ഹീസ് ലുക്കിംഗ് അറ്റ് മീ എന്നല്ല പറയാ, ഹീസ് സ്റ്റെയറിങ് അറ്റ് മീ. ഇനി ആരെങ്കിലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും സാധനം നമുക്ക് ആവശ്യം വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ തലയാട്ടില്ലേ, ആ തലയാട്ടുന്നതിന് നോഡ്. നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണം എന്നുള്ള രീതിയിൽ തലയാട്ടാം. ഇത് വേണം എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മളൊന്ന് ഇയാളാണല്ലേ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യില്ലേ തലേന്നാട്ടിട്ട്, അതിനൊക്കെ നോഡാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ വാക്ക് നോഡ്. തല ഇങ്ങനെ ആട്ടുന്നതിന് നോഡ് എന്ന് പറയും. ഇനി മൂക്കിൽ ഇങ്ങനെ കൈയിടില്ലേ, അതിനെന്താ പറയാ? ഈ കുട്ടികളൊക്കെ സ്ഥിരം ചെയ്യണം അല്ലെ, മൂക്കിൽ ഇങ്ങനെ കൈട്ടോണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ? ഡോണ്ട് പിക്ക് യുവർ നോസ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് പിക്കിംഗ് യുവർ നോസ്. ഇപ്പൊ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചീറ്റില്ലേ, അതിനെന്താ പറയാ? ബ്ലോ ദ നോസ്. ബ്ലോ ദ നോസ് എന്ന് പറഞ്ഞാൽ മൂക്ക് ചീറ്റാം. ഇനിയിപ്പോ എന്തെങ്കിലും മണം തോന്നുമ്പോൾ നമ്മള് ഒന്ന് മണം പിടിക്കില്ലേ, അതിന് പറയുന്നത് സ്നിഫ്. പട്ടികളും ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് സ്നിഫ്. ഇനി നുള്ളുന്നതിന് എന്താ പറയാ? നുള്ളുന്നതിന് പിഞ്ച്. അതിന് പറയുന്നത് സ്നാപ്പ്. വിരലിലൊടിക്കുന്നതിന് പറയുന്നത് സ്നാപ്പ്. ഇനി ആരെങ്കിലും തള്ളുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തള്ളുക, അതിനെന്താ പറയാ? പുഷ്. അപ്പൊ തിരിച്ചിങ്ങോട്ട് വലിക്കുന്നതിന് എന്താ പറയാ? പുൾ. അപ്പൊ ഡോഴ്സിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും പുഷ് അല്ലെങ്കിൽ പുൾ. പുഷ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തള്ളുക, പുൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വലിക്കുക. ഇക്കിളിയാക്കുന്നതിന് എന്താ പറയാ? ടു ടിക്കിൾ. ടിക്കിൾ ആണ് ഇക്കിളിയാക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു സാധനം ഞെക്കുക, ഇപ്പൊ നമ്മൾ നാരങ്ങ ഒക്കെ കിട്ടിയാൽ പിഴിയാൻ വേണ്ടി നമ്മൾ ഞെക്കില്ലേ, അതിനെന്താ പറയാ? സ്ക്വീസ്. സ്ക്വീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെക്കുക. ഇനിയിപ്പോ ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ കാല് എന്തെങ്കിലും സാധനത്തിന്റെ മുകളിൽ തട്ടില്ലേ, തട്ടിട്ട് നമ്മൾ വീഴാൻ പോകും. അപ്പൊ നമ്മൾ എന്താ പറയാ? ട്രിപ്പ്. അതിന് നമ്മൾ പറയാം ട്രിപ്പ്. പക്ഷെ എന്തെങ്കിലും പഴത്തൊലിയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കിടന്നിട്ട് നമ്മൾ വഴുക്കി വീഴാൻ പോവാണെങ്കിൽ നമ്മൾ എന്താ പറയാ? സ്ലിപ്പ്. ഇനിയിപ്പോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാലിന്റെ ആ വിരലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നോക്കില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആരും അറിയാണ്ട് രഹസ്യമായിട്ട് ചെയ്യണമെങ്കിൽ പതുങ്ങി പതുങ്ങി നടക്കില്ലേ, അതിന് പറയുന്നത് ടിപ് ടോ. നേരത്തെ പറഞ്ഞു വലിക്കുന്നതിന് നമ്മൾ പുൾ എന്ന് പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു സാധനം, ഭാരമുള്ള സാധനം ഭയങ്കര കഷ്ടപ്പെട്ട് വലിക്കുന്നതിന് ഡ്രാഗ് എന്ന് പറയും കേട്ടോ. അപ്പൊ ഈ പ്രതിഷേധക്കാരെയൊക്കെ പോലീസ് ഇങ്ങനെ വലിച്ചോണ്ട് പോലെ, അപ്പൊ ഡ്രാഗ് ചെയ്തു എന്നാണ് പറയാ കേട്ടോ. ഇനിയിപ്പോ 4 കാലിൽ നടക്കുന്നതിന് എന്താ പറയാ? കുട്ടികളൊക്കെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ 4 കാലിൽ നടന്നു തുടങ്ങും അല്ലെ, അപ്പൊ അവര് അങ്ങനെ നടന്നു തുടങ്ങിയെന്നൊക്കെ നമ്മൾ ചോദിക്കും. അതിന് പറയുന്നത് ക്രോൾ. ക്രോൾ. ഇനി മുട്ടിൽ നിൽക്കണേന് എന്താ പറയാ? നീൽ. നീ എന്ന് പറഞ്ഞ മുട്ട്, നീൽ എന്ന് വെച്ചാൽ മുട്ടിൽ നിൽക്കുക. ഇനിയിപ്പോ നമ്മൾ ഇരിക്കുകയാണ് എന്നാൽ മുഴുവൻ ഇരിക്കല്ല, നിൽക്കണ പോലെ ഇരിക്കുക, ആ പൊസിഷൻ എന്താ പറയാ? സ്ക്വാറ്റ്. ഇത് കാലിന്റെ എക്സസൈസ് ഉണ്ട്, കാലിന്റെ മസിൽസ് ഒക്കെ നല്ല ബലമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. ചില സമയത്ത് സ്കൂളിൽ നമ്മൾ പണിഷ്മെന്റ് ആയിട്ട് തരാറുണ്ട്, കേട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലൊക്കെ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു സിനിമയിലൊക്കെ ഉണ്ട്, അതിന്റെ പേരാണ് സ്ക്വാറ്റ്. ഇനി വളയുന്നതിന് എന്താ പറയാ? ബെൻഡ്. അതിപ്പോ നമ്മൾ വളഞ്ഞാലും ബെൻഡ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തിട്ട് നമ്മളിങ്ങനെ വളയ്ക്കുന്നെങ്കിൽ അതിനെ ബെൻഡ് എന്നാണ് പറയാ കേട്ടോ. ഇനി നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി രാവിലെ നീട്ടി വരുമ്പോ ചെയ്യില്ലേ, അതിനെന്താ പറയാ? അതിന് പറയുന്നത് സ്ട്രെച്ച്.
ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ പറയും അത് നീട്ടി വെച്ചേ. അപ്പൊ അതിന് പറയാ സ്ട്രെച്ച് യുവർ ആംസ്. ഇനി നമ്മൾ കാലിങ്ങനെ എടുത്തു വെച്ച് നടക്കില്ലേ, എന്തെങ്കിലും വലിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പപ്പുമൊക്കെ മനുഷ്യർ താഴില് കാലൊക്കെ നീട്ടി വെച്ച് അതിന്റെ മുകളിൽ കൂടെ ചാടില്ലേ, അതിന് പറയുന്നത് ലീപ്പ്. ഇനിയിപ്പോ ചെറിയ കുട്ടികൾക്കാണ് ഇത് സ്പെഷ്യലായിട്ട് കണ്ടിട്ടില്ല. അവരോട് നടക്കാൻ പറഞ്ഞാൽ അവരിങ്ങനെ തുള്ളി 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 നടക്കുക അല്ലെ, ഒരു കാലിങ്ങനെ നീട്ട് അങ്ങനെ നടക്കുന്നതിന് ഹോപ്പ് എന്ന് പറയും. ഇനി എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നതിന് എന്താ പറയാ? രണ്ട് രീതിയിൽ പറയാം. ചെറിയൊരു സാധനമാണെങ്കിൽ നമ്മൾ അതിനെ എടുക്കുന്നതിന് പിക്ക് അപ്പ് സംതിങ്. പിക്ക് അപ്പ് യുവർ ബുക്ക്. നിലത്ത് വീണ് കിടക്കണമെങ്കിൽ പിക്ക് ഇറ്റ് അപ്പ്, അല്ലെങ്കിൽ പിക്ക് യുവർ ബുക്ക് അപ്പ്, അങ്ങനെ പറയാം. ഇനിയിപ്പോ ഭയങ്കര ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനമാണെങ്കിൽ നമ്മൾ പിക്ക് ഇറ്റ് അപ്പ് എന്നല്ല പറയാ, ലിഫ്റ്റ് ഇറ്റ് അപ്പ്. അതിനെ എടുക്കുന്നതിന് ലിഫ്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും സാധനം കൊണ്ടുപോകുന്നതിന് എന്താ പറയാ? ക്യാരി. എടുത്തിട്ട് തലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പിടിച്ചിട്ടോ കൊണ്ടുപോകുന്നതിന് ക്യാരി എന്നാ പറയാം. ഇനി എന്തെങ്കിലും സാധനം കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? ഡ്രോപ്പ്. ഈ ഡ്രോപ്പിന് ഒരർത്ഥം കൂടി ഉണ്ട്. ഒരു തുള്ളി എന്നുള്ള അർത്ഥത്തിൽ, ഒരു തുള്ളി വെള്ളം, ഡ്രോപ്പ് ഓഫ് വാട്ടർ അങ്ങനെ പറയും. പക്ഷെ ഒരു ആക്ഷൻ കൂടിയാണ് ഡ്രോപ്പ്. ഡ്രോപ്പ് എന്ന് വെച്ചാൽ കൈ വിട്ടിട്ട് സാധനം നിലത്ത് വീഴുന്നതിനെ ഡ്രോപ്പ് എന്ന് പറയും. അത് അറിഞ്ഞോണ്ടാവാം അറിയാണ്ടാവാം, അതിനൊക്കെ ഡ്രോപ്പ് എന്നാണ് പറയാം. ഇതൊന്ന് പിടിച്ചേ, ഇപ്പൊ പിടിക്കാൻ പറയില്ലേ, അതിനെന്താ വാക്ക്? ഹോൾഡ്. ഹോൾഡ് എന്ന് വെച്ചാൽ പിടിക്കുക. അപ്പൊ ഹോൾഡ് പോലത്തെ വേറൊരു വാക്കുണ്ട്, ഫോൾഡ്. അതെന്താ അർത്ഥം? എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മടക്കുന്നതിനെ ഫോൾഡ് എന്നാണ് പറയാം. ഇപ്പൊ തുണി മടക്കുന്നതിനെ ഫോൾഡ് ദ ക്ലോത്ത്സ്. പേപ്പർ മടക്കാം, ഫോൾഡ് ദ പേപ്പർ. ഇനി ഞെട്ട് പൊട്ടിക്കില്ലേ, കേൾക്കുന്നുണ്ടോ ശബ്ദം? അതിനെന്താ പറയാ? ഞെട്ട് പൊട്ടിക്കുന്നതിനെ ക്രാക്ക് ദ നക്കിൾസ്. ഇതാണ് നക്കിൾസ്. നക്കിൾസിൽ ടീച്ചർമാർ പണ്ട് അടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ നക്കിൾസിനെ പൊട്ടിക്കുക, ക്രാക്ക് ദ നക്കിൾസ്. ഇനി ചില സമയത്ത് നമുക്ക് ഒരു കുഞ്ഞു ഓട്ടയെ കൂടെ അങ്ങോട്ട് നോക്കണം. അപ്പൊ ചിലപ്പോൾ നേരെ നോക്കിയാൽ കാണില്ല, നമ്മൾ കണ്ണൊന്ന് ചെറുതാക്കൂല, ഇങ്ങനെ ഇങ്ങനെ നോക്കും. അപ്പൊ ഡോറിന്റെ മുകളിലൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ലെൻസ് ഉണ്ടാവും, അപ്പുറത്തുള്ള ആള് ആരാന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കില്ലേ, ഇങ്ങനെ കണ്ണ് ചെറുതാക്കി ഇങ്ങനെ നോക്കണേനെ സ്ക്വിന്റ് എന്ന് പറയും. ഇനി ചിരിക്കുന്നതിന് എന്താ പറയാ? ലാഫ് എന്ന് വെച്ചാൽ ഹ ഹ ഹ, ആ സംഭവം. പുഞ്ചിരിക്കുന്നതിന് സ്മൈൽ. ഇനി ഇതൊന്നും അല്ലാണ്ട് നമ്മള് ചിലപ്പം ഇങ്ങനെയൊക്കെ ചിരിക്കില്ലേ, ചെറുതായിട്ട് ചിരിക്കല് ഇങ്ങനെയൊക്കെ, ആ ചിരിക്ക് പറയുന്നത് ഗിഗിൾ. എന്റെ ഗിഗിൾ കാണിച്ചുള്ള അഭിനയം അത്ര ശരിയായിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയെന്ന് വിചാരിക്കണം. അപ്പൊ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, കാരണം പല സമയത്തും നമുക്ക് ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കേണ്ടി വരും. ഞെട്ട് പൊടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ സ്റ്റോപ്പ് ക്രാക്കിംഗ് യുവർ നക്കിൾസ്, അല്ലാണ്ട് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഭയങ്കര ശബ്ദത്തിൽ ക്യാരറ്റോ ആപ്പിളോ എന്തെങ്കിലും കഴിക്കണം, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചോപ്പിംഗ് ദ ആപ്പിൾ, ഓ അങ്ങനെ പറയാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അത് കമന്റ്സിൽ അറിയിക്കണേ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.